വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിജയുടെ പുതിയ ചിത്രമായ ദ ഗോട്ടിൻ്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ട്രെയിലറിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ആ ട്രെയിലർ മുഴുവനായിട്ടൊന്ന് കാണാം. അതിനുശേഷം നിങ്ങൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച വീഡിയോകളൊക്കെ നമുക്കൊന്ന് നോക്കാം. അതുപോലെ ആ ട്രെയിലറിനെ കുറിച്ച് ഒരു വിശകലനവും നടത്താം. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന ആ സബ്സ്ക്രൈബ് എന്ന ബട്ടണിലൊന്ന് പ്രസ് ചെയ്യുക. അടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ വരും, അതിലും പ്രസ് ചെയ്യുക. അതിലൊരു ആൾ എന്നൊരു ഓപ്ഷൻ കാണും, അതിൽ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്തൊക്കെ അതിൻ്റെ ഹോം സ്ക്രീനിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ തമ്പനെയിലുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ കഴിയും. അങ്ങനെ അതിൽ പ്രസ് ചെയ്ത് ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാനും കഴിയും. അതിനാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോയ്ക്ക് താഴെയായി തന്നെയുള്ള ആ ലൈക്ക് ബട്ടണിലൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കാനും മറക്കരുത്. അങ്ങനെ ഞങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ആ ട്രെയിലർ ഒന്ന് കാണാം. Guys, this is a new assignment. உங்களை லீட் பண்ண போறது ஒரு புது லீடர். 68 international successful operation. Hostage negotiator, field agent, spy. In short, he is a goat of SATS. குழந்தை நல்லா இருக்கு, ஒன்றும் டென்ஷன் ஆகாத. எனக்கு குழந்தைய நினச்சலாம் டென்ஷன் இல்லை, காந்தியை நினச்சி தான் டென்ஷன். இப்போல்லாம் அலோஃபா சுற்றிட்டு இருக்காரு, வீட்டுக்கும் டைமுக்கு வரதில்லை. இனிமே சத்தியமா குடிக்கூடாதுடா. ஏதாவது பொண்ணோட தொடர்பு இருக்கும்னு கொஞ்சம் சந்தேகமா இருக்கு. சில்லி மூமெண்ட். அறிவு இருக்கடா உனக்கு? ஒரு நாள் மிஷனுக்கு ஃபேமிலியோட ஹாலிடேக்கு போவானா? அதுவும் பேங்காக்கு குடும்பத்தோட போவானா? நான் அனுபவிச்ச இந்த பெயினை காந்தியும் அனுபவிக்கணும். இல்லப்பா, யார் இன் டேஞ்சர். இது வரைக்கும் நிறைய பேர் காந்தி வேஷம் போட்டு பார்த்துருக்கேன். ஆனால் ஃபார் த ஃபர்ஸ்ட் டைம் காந்தியே வேஷம் போட்டு பார்க்கல. சென்னையில் ஏதோ ஒரு இடத்துல பாம்பு வைக்க போகிறாங்க. பிரச்சனையை விட்டு நீங்க 2 பேர் சண்டை போட்டுட்டு இருக்கீங்க. உன்னால முடியல, நான் சொல்லு, நான் போட்டேன். வயசாயிடுச்சு, ஸ்குவாடை விட்டு போய் பல வருஷம் ஆச்சு. எப்படின்னு யோசிக்கிறீங்களா? எவ்வளோ வயசான என்னையா? A lion is always a lion. Do you think you can stop me? Do you think you can stop me? No one can stop me. மருதமலை மாமணியே முருகையா, தேவனின் குலம் காக்கும் வேலையா, ஹையா. I'm waiting. അപ്പോൾ ഇതാണ് ട്രെയിലർ. എങ്ങനെയുണ്ട്? ഗംഭീരമായിട്ടില്ലേ? ഇതൊരു സയൻസ് ഫിക്ഷൻ ഫിലിമാണ്, അതേപോലെ ഫുൾ ആക്ഷൻ ഫിലിമാണ്. അപ്പോൾ ട്രെയിലറിൽ ഉടനീളം കാണുന്നത് ആക്ഷനാണ്. അതേപോലെ ഇതിൽ സെൻറ്റിമെൻറ്റ്സിനൊക്കെ ഒരു ചാൻസ് ഉണ്ടോ എന്നുള്ളത് സിനിമ കാണുമ്പോഴേ അറിയുള്ളൂ. അതേപോലെ തന്നെ വിജയ് ഇതിൽ ഡബിൾ റോളിലാണ് വന്നിരിക്കുന്നത്. അതിൽ ആ രണ്ടാമത്തെ റോളാണ് വിമർശനത്തിനിടയാക്കിയത്. അപ്പോൾ അതെന്താണെന്ന് കാണാം. അതിന് മുമ്പായിട്ട് ഈ ട്രെയിലറിലെ ഭാഗങ്ങൾ ഞാൻ ഒന്നുകൂടി കാണിക്കാം, അതിനെക്കുറിച്ചുള്ള വിവരങ്ങളും പറയാം. Guys, this is a new assignment. உங்களை லீட் பண்ண போறது ஒரு புது லீடர். 68 international successful operation. Hostage negotiator, field agent, spy. In short, he is a goat of SATS. അപ്പോൾ പ്രശാന്ത് വിജയ്ക്ക് ഈ സിനിമയിൽ എന്ത് റോളാണെന്നാണ് ഇവിടെ ഇപ്പോൾ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത്.
വിജയ്, അതേപോലെ പ്രശാന്ത്, പ്രഭുദേവ തുടങ്ങിയ ക്യാരക്ടേഴ്സ് ഇതിൽ പ്രധാന കഥാപാത്രങ്ങളാണ്. അപ്പോൾ വിജയ്ക്കും ഈ കൂട്ടർക്കുമൊക്കെ അവിടെ ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിൽ ഇവർ ഫീൽഡ് ഏജൻ്റായിട്ടും അതേപോലെ ചാരനായിട്ടും അതുപോലെ മറ്റ് വർക്കുകൾ, അതായത് സ്ക്വാഡിൽ ഇവർ നേതൃത്വം വഹിച്ച് പ്രവർത്തിച്ചിരുന്നു. അതിനുശേഷം ഇവർ റിട്ടയർമെൻ്റായി വിരമിച്ചു അതിൽ നിന്ന്. പക്ഷേ വിരമിച്ചാലും ഇവരതിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് കുറേ ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ആ ശത്രുക്കളിൽ നിന്ന് പിന്നീട് ഇവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, അതിനോട് ഇവർ എങ്ങനെ പൊരുതുന്നു എന്നുള്ളതാണ് ഈ സിനിമ. അനുഭവിച്ച എന്താ പെയിന് ഗാന്ധിയും അനുഭവിക്കണം. ഇപ്പം നിങ്ങൾ ഇവിടെ ചിത്രത്തിൽ കാണുന്ന വ്യക്തിയാണ് ഈ സിനിമയിലെ വില്ലൻ. ഈ നടൻ്റെ പേരാണ് മോഹൻ. ഇദ്ദേഹത്തിന് ഇപ്പോഴത്തെ ജനറേഷന് ഒട്ടുമിക്ക പേർക്കും, എൻ്റെ അഭിപ്രായത്തിൽ 100% പേർക്കും ഇന്നത്തെ ജനറേഷനിലുള്ളവർക്ക് അറിയില്ല. കാരണം ഇദ്ദേഹം ഒരു പഴയ നടനാണ്. പഴയ സിനിമകളിൽ വൻ ഹിറ്റായ ഹീറോ വേഷം അഭിനയിച്ചിരുന്ന ഒരു നടനാണ്. അപ്പോൾ 1986 ഇറങ്ങിയ മൗനരാഗം സിനിമയിലെ ഒരു സോങ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അതിലെ ഹീറോ ഇദ്ദേഹമാണ്. ആ സിനിമ 6 മാസത്തോളം തുടർച്ചയായിട്ട് തിയേറ്ററിൽ ഓടിയിരുന്നു എന്നാണ് നമ്മൾ ഗൂഗിളിലൊക്കെ കാണാൻ കഴിയുന്നത്. പക്ഷെ അത് ശരിയല്ല. അപ്പോൾ കോയമ്പത്തൂരിൽ ഇത് വർഷക്കണക്കിന് ഒരു തിയേറ്ററിൽ തന്നെ തുടർച്ചയായി ഓടിയിട്ടുണ്ട് എന്ന കാര്യം എനിക്കറിയാം. അത്രയ്ക്ക് ഹിറ്റായിരുന്നു ഈ സിനിമ. അഭിനയത്തിൽ ഇദ്ദേഹത്തിന് വലിയൊരു എക്സ്പ്രഷൻ കാര്യങ്ങളൊന്നും ഇല്ല. മാത്രമല്ല ആക്ഷൻ ഹീറോയും അല്ല ഇദ്ദേഹം. പിന്നെ ഇദ്ദേഹത്തിൻ്റെ സൗണ്ട് തന്നെ, ആ വോയിസ് തന്നെ ഇദ്ദേഹത്തിൻ്റെ അല്ല. ഡബ് ചെയ്യാൻ വേണ്ടി മാത്രം വേറൊരാളുണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ വൻ ഹിറ്റാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ സിനിമകളിലൊക്കെ ഉള്ള സോങ്ങുകൾ ഗംഭീര സോങ്ങുകളായിരിക്കും, നന്നായിരിക്കും, വൻ ഹിറ്റ് സോങ്ങുകളായിരിക്കും. പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞതും തന്നെ സിനിമയിൽ നിന്ന് തന്നെ മാറിപ്പോയി, പിന്നെ അഭിനയിച്ചിട്ടേ ഇല്ല. ഇപ്പോൾ ഈ അടുത്താണ് സിനിമകളിൽ അങ്ങിങ്ങായിട്ട് ഇപ്പോൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഗോട്ട് ഫിലിമിൽ ഇദ്ദേഹത്തിന് വില്ലൻ റോളാണ് കൊടുത്തിരിക്കുന്നതല്ലോ. പക്ഷേ മോഹൻ ഈ സിനിമയിൽ പ്രധാന വില്ലനാണെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം വിജയ് തന്നെ ഈ സിനിമയിൽ വില്ലൻ്റെ റോള് കൂടി ചെയ്യുന്നുണ്ട് എന്നൊരു ന്യൂസ് വരുന്നുണ്ട്. അത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല, സിനിമ കണ്ടു തന്നെ അറിയണം. എന്തായാലും മോഹൻ ഈ സിനിമയിൽ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ആ വില്ലൻ വേഷം എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കാണാനൊരു പ്രതീക്ഷയുണ്ട്. എന്തായാലും അത് സിനിമ കണ്ട് മനസ്സിലാക്കാം. ഇല്ലപ്പാ, യു ആർ ഇൻ ഡേഞ്ചർ. അപ്പോൾ ഈ കാണുന്നതാണ് ഈ സിനിമയിലെ ഡബിൾ റോളിലുള്ള ചെറുപ്പക്കാരനായി വരുന്ന വിജയ്. അപ്പോൾ ഈ ഒരു ട്രെയിലറിൽ നിങ്ങൾ കാണുന്ന മുഖം ഏകദേശം വിജയുടെ മുഖം പോലെ തന്നെ ആക്കിയെടുത്തിട്ടുണ്ട്. പക്ഷേ നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നു. കാരണം ഈ ട്രെയിലർ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു സോങ് ഇറങ്ങിയിരുന്നു. ആ സോങ്ങിൽ വിജയിനെ കണ്ട ആകെ കവിളൊക്കെ ഒട്ടി എന്തോ പോലെയായിരുന്നു. അപ്പോൾ മലയാളത്തിലൊക്കെ ട്രോളന്മാർ അത് കണ്ടിട്ട് അത് നമ്മുടെ പ്രേമലുവിൽ അഭിനയിച്ച അമൽ ഡേവിസ് ആണെന്ന് ട്രോൾ ചെയ്തിരുന്നു. അതേപോലെ തമിഴിലും വൻ വിമർശനങ്ങളുണ്ടായി. അപ്പോൾ ഈ സിനിമ എങ്ങനെ കാണും എന്ന ഒരു ചോദ്യചിഹ്നം തന്നെ സോഷ്യൽ മീഡിയകളിൽ ഉണ്ടായി. അപ്പോൾ ഇത് മനസ്സിലാക്കിയ ഈ സിനിമയുടെ സംവിധായകനായ വെങ്കട് പ്രഭു ഈ സിനിമയെ വീണ്ടും ഒന്ന് ക്രിയേറ്റ് ചെയ്തു പറഞ്ഞാൽ ഈ മുഖമൊക്കെ അദ്ദേഹം ഒന്ന് മാറ്റി അതൊന്ന് ശരിയാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. பேசிக்காக இப்போ நீங்கள் ட்ரெய்லரில் பார்த்த தளபதி, அதாவது யங் தளபதி தான் வந்து இப்போது கிட்டத்தட்ட ஃபைனலான ஒரு லுக். ஏன்னா முன்னாடி இந்த ஸ்பார்க் சாங்கில் வரும்போது ரொம்ப ஒட்டி இருக்கும், சின்னெல்லாம் ரொம்ப கண்ணெல்லாம் ரொம்ப ஒட்டி இருந்ததுனால வந்து நிறைய பேருக்கு அதை ஏற்றுக்கவே முடியல. ஏன்னா வேறு மாதிரி இருக்காரு, அது வந்து ரொம்ப ஒல்லியாக இருக்காரு அப்படிங்கிற மாதிரிலாம் சொல்லிட்டு இருந்தாங்க. ஸோ அது வந்து எங்களுக்கு ஒரு பெரிய பெல் அடிச்சது. இல்லை, நம்ம பெரிய எக்ஸ்பெரிமெண்ட்லாம் பண்ணக்கூடாது, அது இன்னும் கொஞ்சம் அது பண்ணிட்டாலே போகிறோம், அவரை கொஞ்சம் எங்கே காட்டிட்டாலே போகிறோம், ரொம்ப ஃபிசிக்கலாக பெருசாக சேஞ்சஸ் வேண்டாம் அப்படின்னு சொல்லிட்டு இப்போ டிசைட் பண்ணி, அதனால தான் எங்களுக்கு ட்ரெய்லரும் கொஞ்சம் லேட் ஆச்சு. ஸோ ட்ரெய்லரில் வி ஹேட் டு ரீஒர்க். ஏன்னா முன்னாடி பண்ணதுலேருந்து நாங்கள் திரும்ப ரீஒர்க் பண்ணி இப்போ எல்லாருக்கும் பழக்கமாக பிடிக்கிற மாதிரியான ஒரு விஜய் சாரை தான் நீங்கள் படத்தில் பார்க்கலாம். ചില കാര്യങ്ങൾക്ക് ചോര വീഴുന്നത് മാത്രമാണ് പരിഹാരം.
ആ ഒരു ട്രെയിലർ ഇറങ്ങിയപ്പോൾ, ആ സോങ് ഇറങ്ങിയപ്പോൾ വിമർശനം ഉണ്ടായപ്പോൾ അത് ഞങ്ങളെ ബോധവാന്മാരാക്കി. അതുകൊണ്ട് ഞങ്ങൾ ആ വിജയുടെ ആ രൂപം വീണ്ടും ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ കാണുന്ന പോലെ ഏകദേശം കണ്ട വിജയിനെ പോലെ തോന്നിക്കത്തക്ക രീതിയിൽ മാറ്റിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ട്രെയിലറും ഇറക്കിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ട്രെയിലർ വരാനും വൈകിയത്. അപ്പോൾ സിനിമയിൽ ഈ ട്രെയിലറിൽ കാണുന്ന രീതിയിലാണ് നിങ്ങൾക്ക് വിജയിനെ കാണാൻ പറ്റുക എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി അടുത്ത കാര്യം നോക്കാം. இது வரைக்கும் நிறைய பேர் காந்தி வேஷம் போட்டு பார்த்துருக்கேன். ஆனால் ஃபார் த ஃபர்ஸ்ட் டைம் காந்தியே வேஷம் போட்டு பார்க்கல. മോഹൻ വില്ലൻ പറയുന്നത്, ഇതുവരെ ഞാൻ ഗാന്ധിയുടെ വേഷം, അതായത് മഹാത്മാഗാന്ധിയുടെ വേഷം അണിഞ്ഞു വരുന്നവരെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ആദ്യമായിട്ട് ഗാന്ധി തന്നെ വേഷം അണിഞ്ഞു വരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പറയുന്നത്. എനിക്ക് തോന്നുന്നത് അതിൻ്റെ അർത്ഥം ആ ഡി-ഏജിങ് സാങ്കേതിക വിദ്യയിലൂടെ രണ്ടാമത്തെ റോളിൽ വരുന്ന വിജയിനെ കുറിച്ചായിരിക്കും എന്ന് കരുതുന്നു. சென்னையில் ஏதோ ஒரு இடத்துல பாம்பு வைக்க போகிறாங்க. അപ്പോൾ വിജയ് അണ്ണന് ഇതിൽ ഒരുപാട് പണിയുണ്ട്. കാരണം ചെന്നൈയിൽ ബോംബൊക്കെ വെക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എടുക്കണ്ടേ. അപ്പോൾ എന്തായാലും ഈ സിനിമ ഫുൾ ആക്ഷൻ ഫിലിമാണെന്ന് ട്രെയിലർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പം നിങ്ങളിവിടെ കാണുന്ന വിജയുടെ ആ മുഖം നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള വിജയുമായിട്ട് സാമ്യമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? പക്ഷേ ഇത് ഈ സിനിമയിൽ ഈ രംഗം വരുന്ന സമയത്ത്, അതായത് കുറേ ഭാഗങ്ങളിൽ വിജയിനെ ഒന്നുകൂടി ചെറുപ്പമാക്കേണ്ട സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു കഥയായിരിക്കും ഇത്. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ വിജയ് എങ്ങനെ ഇരുന്നു എന്നുള്ളതാണ് ഈ ഫേസിൽ കാണിക്കുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങളിവിടെ ചിത്രത്തിൽ കാണുന്ന വിജയുടെ മുഖം, ആ മുഖവും ഈ മുഖവും ഒരേപോലെ തന്നെ ഇല്ലേ? ഈ മുഖം ഏതാണെന്ന് വെച്ചാൽ വിജയുടെ ആദ്യത്തെ സിനിമയായ നാളെ തീർപ്പ് എന്ന സിനിമയിൽ കാണിച്ചിട്ടുള്ള ആ മുഖങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത്. അപ്പോൾ ആ ഒരു അന്ന് അദ്ദേഹത്തിന് വളരെ ചെറുപ്പമാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണത്. ഹീറോ പരിവേഷം വരുന്ന ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ ആ മുഖം തന്നെയാണ് ഇവർ ഇതിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. வயசாயிடுச்சு, ஸ்குவாடை விட்டு போய் பல வருஷம் ஆச்சு, எப்படின்னு யோசிக்கிறீங்களா? எவ்வளோ வயசான என்னையா, லயன் இஸ் ஆல்வேஸ் எ லயன். അപ്പോൾ ഇപ്പോൾ വന്ന നടൻ പറഞ്ഞത് കേട്ടില്ലേ, സിംഹത്തിന് എത്ര വയസ്സായാലും സിംഹം സിംഹം തന്നെയാണെന്ന്. അത് ശരിയാണല്ലോ. അപ്പോൾ ഇത് പറഞ്ഞ ആ നടനെയും ഇന്നത്തെ ജനറേഷനിലുള്ളവർക്ക് അറിയാൻ സാധ്യതയില്ല. ഇദ്ദേഹത്തിൻ്റെ പേര് YG മഹേന്ദ്ര എന്നാണ്. ഇദ്ദേഹത്തിന് നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനികാന്തുമായിട്ട് റിലേഷനുണ്ട്. അതേപോലെ മലയാള നടൻ നമ്മുടെ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാലുമായിട്ടും ഇദ്ദേഹത്തിന് റിലേഷനുണ്ട്. ഈ ഒരു ഗ്രാഫിക്സ് നന്നായിട്ടുണ്ടല്ലേ. ഇത് ഇപ്പോൾ നമ്മൾ ട്രെയിലറിൽ ഫോണിലൊക്കെ കാണുമ്പോൾ ചെറുതായിട്ട് കാണുന്നു, പക്ഷേ ഫുൾ സ്ക്രീനിൽ കാണുമ്പോൾ നന്നായിരിക്കും. സെപ്റ്റംബർ 5-ാം തീയതി ഈ സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അന്ന് തന്നെ ഈ സിനിമ പോയി കാണും. എന്നിട്ട് ആ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായത്തിൻ്റെ വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.